ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം മഹത്വം ഉടനടി പരിഹാരമേകം ഉടമ്പടി പ്രാർത്ഥനയിൽ ഉടനടി പരിഹാരമേകം അവൻ പറയുന്നത് ചെയ്തിടുകിൽ ജീവിതം ധന്യമായിത്തീരും. അവൻ പറയുന്നത് ചെയ്തിടുകിൽ ജീവിതം ധന്യമായിത്തീരും. അപ്പോൾ ഇനി നമുക്ക് ഇനി സ്മൃതിയുടെ എടുക്കാം, സ്മൃതിയുടെ കേസ് സാക്ഷി എടുക്കാം. സ്മൃതിയുടെ വിഷയം എന്താണെന്ന് നിങ്ങൾക്ക് അവർ നല്ല വെൽ എഡ്യൂക്കേറ്റഡ് നേഴ്സാണെന്ന് തോന്നുന്നു. അവരുടെ വൊക്കാബുലറി എല്ലാം മെഡിക്കൽ ടേംസ് അവർ പറയണത് പല മുക്കാരും. അപ്പോൾ എനിക്ക് മനസ്സിലായി അവരൊരു 5-10 കൊല്ലം വിദേശ രാജ്യത്ത് ജോലി ചെയ്തിട്ട് ഇപ്പം നാട്ടിൽ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി നാട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ 3ാമത്തെ കുഞ്ഞ് ജനിച്ചപ്പോൾ കുഞ്ഞിൻ്റെ പ്രശ്നമായി. സ്മൃതിയുടെ കുഞ്ഞിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞിട്ട് കുഞ്ഞ് പാല് കുടിക്കണില്ല. അപ്പോൾ നമുക്കറിയാമല്ലോ കുഞ്ഞുങ്ങളാണെങ്കിൽ പാല് ഇൻസ്റ്റിങ്ക്റ്റ് ഉള്ള കാരണം ജനിച്ച നമ്മൾ അമ്മമാരുടെ അമ്മിഞ്ഞപ്പാൽ അവരെടുത്ത് കുടിക്കുവാനുള്ള കുഞ്ഞുങ്ങളാണ് ശരിക്കും. അവരുടെ നമ്മൾ ഉറങ്ങിക്കിടന്നാലും അവർ കുടിക്കും. അതാണ് അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഇൻസ്റ്റിങ്ക്റ്റ് അതാണ്. പക്ഷേ കുഞ്ഞിന് വായിക്കൊണ്ട് വെച്ച് കൊടുത്തിട്ടും കുഞ്ഞ് പാല് കുടിക്കണില്ല. പാല് കുടിക്കാമെന്നപ്പോൾ അത് ഭയങ്കര, പക്ഷേ എന്താണെന്ന് മനസ്സാകണില്ല. എന്തുകൊണ്ട് കുഞ്ഞ് പാല് കുടിക്കണില്ലെന്ന് മനസ്സാകണില്ല. കൊച്ച് വളരുന്നുണ്ട്, പക്ഷേ തൂക്കക്കുറവാണ്, ഭയങ്കര തൂക്കക്കുറവാണ്. അപ്പോൾ തൂക്കക്കുറവാണെന്ന് വെച്ചാൽ അങ്ങനെ വന്ന് പിന്നെ വളർച്ച മുരടിച്ച് ചിലപ്പോൾ മരിച്ചും പോവുകയും. അപ്പോൾ എന്താണെന്ന് ഇത് ടെസ്റ്റ് ചെയ്ത് 1.5 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് കണ്ടുപിടിച്ചത് എന്തുകൊണ്ടാണ് പാല് കുടിക്കാത്തത്. അപ്പോൾ CMB എന്ന് പറഞ്ഞൊരു അസുഖമാണ്, പ്രോട്ടീൻ അലർജിയാണ് കൊച്ചിന്. പ്രോട്ടീൻ സക്ക് ചെയ്യത്തില്ല. ഈ പാലിൻ്റെ അകത്ത് പ്രോട്ടീനുള്ള കാരണം അത് അലർജിയാണ്, കൊച്ച് റിജക്റ്റ് ചെയ്യും. പക്ഷെ അത് കണ്ടുപിടിച്ചപ്പോൾ ഡോക്ടർ അതിന് പകരം എന്ത് ചെയ്യാനാണ്, പാല് സാധാരണ കുഞ്ഞുങ്ങൾ വന്ന് നമ്മുടെ അടുത്ത് പാല് കുടിക്കത്തില്ലേ, പക്ഷെ കുഞ്ഞ് വരണമില്ല, കൊടുത്തിട്ടും കുടിക്കണില്ല. അപ്പോൾ വേറെ ഫോർമുല മിൽക്ക് കൊടുത്ത് ഫോർമുല ഈ പാലിൻ്റെ അകത്തുള്ള കണ്ടൻസൊക്കെ വെച്ചിട്ടുണ്ട് എക്സ്ട്രാ ആയിട്ട് നമ്മൾ എക്സ്റ്റേണൽ ഫീഡിങ് നടത്തി. അത് കൊച്ച് തട്ടി കളയാണ്. അപ്പോൾ ഇവരാണെങ്കിൽ ഭയങ്കര ധർമ്മസങ്കടത്തിൽ, അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, കുഞ്ഞ് ഭക്ഷണം കഴിക്കണില്ല, കുഞ്ഞ് നേർത്ത് നിരണ്ട് വരണേ, ഭയങ്കര സങ്കടമാണ്. ഇതിന് ട്രീറ്റ്മെൻറ്റും ഇല്ല ശരിക്കും. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു പൊടി വാങ്ങിച്ച് കൊടുക്കാൻ ഡോക്ടർ പറഞ്ഞു. അതിൻ്റെ എന്നാ പൊടി, ആ പൊടിയുടെ പേരൊക്കെ ഇവിടെ അറ്റാമിൻ പെറ്റി എന്നും പറഞ്ഞൊരു പൊടി, 400 ഗ്രാം, ഒരു ടീസ്പൂൺ 400 ഗ്രാം ഒക്കെ കിട്ടണമെങ്കിൽ 2000 രൂപയാണ്. എങ്ങനെയാണ് മുതലാകണത്? നിങ്ങളൊന്ന് ചിന്തിച്ചേക്ക്. അമ്മിഞ്ഞപ്പാൽ കുഞ്ഞ് കുടിക്കുമ്പോൾ നിങ്ങളവർക്കും അമ്മിഞ്ഞപ്പാൽ കുടിക്കുന്നത് നാച്ചുറലാണെന്ന്. ഈ സാധനം ഒന്ന് കുടിക്കാതിരുന്ന് നോക്കണം, നമ്മുടെ വസ്തു എഴുതി കൊടുക്കേണ്ടി വരും. അറ്റാമിൻ പറ്റിക്ക് ഗ്രാമിന് 400 ഗ്രാമിന് 2000 രൂപ. അത് 2000 രൂപ അവിടെ നിന്നൊക്കെ കൊച്ചു കുടിക്കുക, കാശും പോണ്, കൊച്ചു കുടിക്കണില്ല, കൊച്ചു തുപ്പിക്കളയും. വൊമിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്ത് പ്രോട്ടീൻ കണ്ടൻറ്റ് എന്ത് ചെന്നാലും കൊച്ചു ഓക്കാനിച്ച് തുപ്പി ഛർദ്ദിച്ച് സ്വരം ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കി വയലൻ്റായിട്ട് പിടിച്ച് മറിച്ച് താഴെയിടും. കൊച്ചിന് ഈ പാല് കുടിപ്പിക്കുന്നത് ഒരു ഭയങ്കര ജീവമരണ പോരാട്ട വിഷയമായി. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല അമ്മ എന്തുമാത്രം വിഷമിക്കുന്നതെന്ന് മനസ്സിലായില്ലേ. അവസാനം ഈ അറ്റാമിൻ പറ്റിയെന്ന് പറഞ്ഞ മരുന്ന് പ്രോട്ടീൻ മരുന്ന് കണ്ടൻറ്റ് കൊച്ചിന് കൊടുക്കണത് ഈ അവർക്ക് വിറഞ്ഞിട്ട് അവർ 2 വയസ്സായപ്പം അവർ മടുത്ത് ഈ കൊച്ചിനെ കൊണ്ട് അത്രയ്ക്ക് കൊച്ചിനെ ഓടിക്കളയും. കൊച്ച് എന്തെങ്കിലും കൊടുക്കണമെന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിച്ചിട്ട് അവസാനം ഇവർ കസേര ഇരുന്ന് അവിടെ മുട്ട് കൊണ്ട് കുഞ്ഞിൻ്റെ കഴുത്ത് ഞെക്കി പിടിക്കും. നിങ്ങളൊക്കെ കുറേ അങ്ങനെ നമ്മുടെ അമ്മമാരെ കുറേ കഷ്ടപ്പെട്ടിട്ടുള്ളതാണ് നമ്മൾ വളർത്താൻ വേണ്ടി അല്ലേ. ഞെക്കി പിടിച്ചിട്ട് എന്ത് ചെയ്യുക, വാ പൊളിക്കും, എന്നിട്ട് കുഴൽ അണ്ണാക്കിലോട്ട് കുത്തിക്കയറ്റും.
അപ്പോൾ അവൻ കാല് കൊണ്ട് കൈയും കാലും കൈ കണ്ട് മോന്തക്കിട്ടടിക്കും, കാല് കൊണ്ട് ചവിട്ടും. അവസാനം കുഞ്ഞ് പലപ്പോഴും ഇത് അവസാനം നിവൃത്തിയില്ല വരുമ്പോൾ അമ്മ കുഞ്ഞിനെ കൈവിട്ട് കളയും. അത് മൂഞ്ഞയും കുത്തിപ്പോയി നിലത്തടിച്ച് വീഴും. എന്നിട്ട് അമ്മയ്ക്ക് സങ്കടം വരും. കാര്യം അവർക്ക് ഇറങ്ങിയിട്ടാണ് ഇത് കൊച്ചിനെ. അപ്പം അത്രയും പങ്കപ്പാടായി. ഇതിനി ജീവിതം തീർന്നെന്നുള്ള അവസ്ഥയിലാണ്. ഇതുമായിട്ട് ഇത് ഉറങ്ങുമ്പോഴും പേടിയാണ്, എഴുന്നേൽക്കുമ്പം പേടിയാണ്. ഇനി എന്തൊക്കെയാണ് ഇന്ന് നടക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് പേടിയാണ്. അപ്പോൾ ഇങ്ങനെ അപ്പോൾ ഡോക്ടർ ഇവർ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് ഈ അമ്മ ഈ കുഞ്ഞിനൊന്ന് ഫീഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഡോക്ടറോട് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയും, നിങ്ങളൊന്ന് തഞ്ചത്തി കൊടുത്താൽ മതി എന്ന് പറയും. അപ്പോൾ ഇവർക്ക് പറയും, കാര്യം എൻ്റെ കൺസേണിനെ കുറിച്ച് പോലും അയാൾക്ക് കൺസേൺ ഇല്ല എന്ന്. ഞാൻ എന്ത് ഭക്ഷണം പോലും കഴിക്കാതെ കുഞ്ഞിനെ ഒരു തുള്ളി അകത്ത് കടത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു കുഴപ്പമായിട്ട് ഡോക്ടർ കൈയൊഴിയുകയാണ് ശരിക്കുന്നത്. എൻ്റെ മക്കളെ, ഇത് ജീവിതമാണ്. എല്ലാവരെയും നമ്മളെ കൈവീഴും. അപ്പോൾ ക്രിസ്തു നിന്നെ രൂപപ്പെടുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് നിങ്ങളെല്ലാവരും എന്നെ കൈവഴിയും തന്താങ്ങളുടെ വഴിക്ക് പോകുമെന്ന് പറഞ്ഞില്ല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. യോഹന്നാൻ 16:32. യോഹന്നാൻ 16:32. എന്നാൽ നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞേ, എന്നാൽ നിങ്ങൾ ഓരോരുത്തരും താന്താങ്ങളുടെ വഴിക്ക് ചിതറിക്കപ്പെടുകയും എന്നെ ഏകനായി വിട്ടുപോവുകയും ചെയ്യുന്ന സമയം വരുന്നു, അല്ലാതെ വന്നു കഴിഞ്ഞു. എങ്കിലും ഞാൻ ഏകനല്ല, കാരണം പിതാവ് എന്നോട് കൂടെയുണ്ട്. ഇപ്പം ക്രിസ്തു എന്നുള്ള ഒരു അനുഭവ പാക്കേജിലുള്ളതാണ് നമുക്ക് കൂടെയുള്ളവരെ കൈവിട്ട് കളയണത്. നിങ്ങൾ ഓർത്തേക്കണം. പക്ഷേ ക്രിസ്തു നിങ്ങൾ രൂപപ്പെട്ട് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും, അതിൻ്റെ മണം വരും. എന്താണ്? കൂടെയുള്ളവർ നമ്മുടെ സെക്യൂരിറ്റി ആയിട്ട് നമ്മൾ കണ്ടുവച്ചിരിക്കുന്ന ആൾക്കാർ പതുക്കെ നമ്മളെ കൈയൊഴിയും. അപ്പം നിങ്ങൾ സന്തോഷിക്കണം. എന്താ കാര്യം? അപ്പോൾ നിങ്ങൾ ഉല്ലസിക്കുവിൻ. പ്രതിഫലം വലുതായിരിക്കും വരാൻ പോണത്. എന്നുവെച്ചാൽ അത് പ്രതിഫലം എന്താ? നമ്മുടെ പ്രതിഫലം ക്രിസ്തുവാണ്. പ്രതിഫലം ഒരു വിശ്വാസിയുടെ പ്രതിഫലം ക്രിസ്തുവാണ്. വലിയ പ്രതിഫലം എന്നാണ് ബൈബിൾ പറയണത്. നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കുമെന്ന്. അപ്പോൾ ദൈവരാജ്യത്തിലെ ഒരു വ്യക്തിക്കുണ്ടാവുന്ന ഏറ്റവും വലിയ പ്രതിഫലം ക്രിസ്തുവാണ്. അപ്പോൾ ഈ പ്രതിഫലം നമുക്ക് കിട്ടാൻ പോകുമ്പോഴാണ് മറ്റുള്ളവരെ അവർക്ക് നിശ്ചയിച്ചപ്പെട്ട വഴിയിലേക്ക് അവർ പോകും. കാരണം ക്രിസ്തു ഒരു വലിയ പ്രതിഫലത്തിലേക്കുള്ളൊരു വിശ്വാസത്തിൻ്റെ യാത്രയാണ്. ആ പ്രതിഫല യാത്രയിൽ നമ്മൾക്ക് പോസിറ്റീവായിട്ടല്ല, ഇതിൻ്റെ പോസിറ്റീവ് എന്ന് പറയണത് ഇതിൻ്റെ നെഗറ്റീവാണ്. ലോകത്തിൽ പോസിറ്റീവാണ്. പക്ഷേ ആധ്യാത്മികതയിൽ പോസിറ്റീവ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. എന്നുവെച്ചാൽ നമ്മുടെ അനുഭവങ്ങളാണ്. പറഞ്ഞില്ല, നിങ്ങളെല്ലാവരും എന്നെ ഉപേക്ഷിച്ച് താന്താങ്ങളുടെ വഴിക്ക് പോകും. പക്ഷേ എന്നിട്ട് പറയും, ഞാൻ ഏകനല്ല, പിന്നെന്താണ്? പിതാവ്. അതാണ് ക്രിസ്തുവിന് കുരിശായിപ്പോയത്. ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ കുരിശ് അതാണ്, ആ ഒരു വാക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിതാവ് കൂടെയുണ്ടെന്ന്. ഇപ്പം പിതാവ് കൂടെ ഉണ്ടെങ്കിൽ ഏത് റോമാക്കാരായാലും ഏത് കുരിശുമരണമായാലും ചമ്മട്ടി ആയാലും ക്രിസ്തുവിന് ഏക്കത്തില്ലെന്ന് പിതാവിനറിയാം. അപ്പോൾ പീഡാസകനങ്ങളിൽ വെള്ളം ചേർക്കപ്പെടുമെന്നുള്ള ഉറപ്പാണ്. പീഡാസകനം പൂർത്തിയാകത്തില്ലെന്ന് ഉറപ്പാണ്. എന്താ കാര്യം? പിതാവ് ഉണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾ നമ്മുടെ കൂടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ജയിലല്ല, ആണോ? അത് പിതാവ് കേട്ട്, പിതാവിനറിയാം. മാനുഷികമായിട്ട് പറഞ്ഞതാണെങ്കിലും ഇതാണ് അവൻ്റെ മൈൻഡ് സെറ്റ് എന്നറിയാം. അതെന്ത് ചെയ്ത്? പിതാവ് ടൈമായപ്പോൾ പിതാവ് മാറിക്കളഞ്ഞു. അതൊക്കെ കിടന്ന് കാറണത് കുരിശിൽ. എൻ്റെ പിതാവേ, എന്തുകൊണ്ട് നീ എന്നെ ക്രിസ്തുവിൻ്റെ പൂർണ്ണത അവിടെയാണ് വരണത്. എന്നിട്ട് പറയും, ഇപ്പം എല്ലാം പൂർത്തിയായെന്ന് പറയും. ഇത് അക്കംപ്ലിഷ്ഡ് എന്ന് പറയും. എല്ലാം പൂർത്തിയായ പിതാവ് കൂടി മാറിയാൽ മാത്രമേ ക്രിസ്തു പൂർണ്ണനകത്തുള്ളൂ. ഈ പൂർണ്ണതയിലേക്കാണ് നമ്മൾ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത്. അത് മനസ്സിലായേ? അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ അത് നെഗറ്റീവാണ് സംഭവിക്കണമെങ്കിൽ അത് പോസിറ്റീവായിട്ട് കരുതണം. എന്താ കാര്യം?
നമ്മൾ ക്രിസ്തുവിലേക്ക് വളരുകയും ക്രിസ്തു നമ്മളെ പൂർണ്ണത പ്രാപിക്കുകയും ചെയ്യുകയാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ ഇതുപോലെയുള്ള അസ്തമയ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഇരുട്ട് തക്കങ്ങൾ നിങ്ങൾ പകച്ചു പോകരുത്. ഞാൻ ഉടമ്പടി എടുത്തല്ലോ, പിന്നെ എനിക്കെന്താ ഇങ്ങനെ ഈ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ആ ചുമ്മാ ABCD ക്രിസ്ത്യാനി അങ്ങനെ പറയത്തുള്ളൂ. ഉടമ്പടി എടുത്തെങ്കിൽ അങ്ങനെ സംഭവിക്കണം. എന്താ കാര്യം? ക്രിസ്തു രൂപപ്പെട്ട് വരികയാണ്. നിങ്ങളുടെ വിഷയത്തെക്കാൾ ഉപരി അൾട്ടിമേറ്റായിട്ട് നിന്ന് നിത്യത നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്ന അതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ അതിൻ്റെ ഓരോ ഭാഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ടാണ് മദർ എപ്പോഴും ഇങ്ങനെയുള്ള വിഷയങ്ങൾ പ്രോസസ്സിങ്ങിലിരിക്കുമ്പോൾ മദർ എപ്പോഴും മൗനം പാലിക്കും. അതായത് ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കും. എന്താണ്? എൻ്റെ ദൈവം എനിക്കിത് ആവശ്യമാണെങ്കിൽ എല്ലാവരെക്കാൾ നേരത്തെ ദൈവം എനിക്ക് തരും. അപ്പോൾ ദൈവത്തിൻ്റെ സമയം ഞാൻ കാഴ്ചവെക്കുന്നു, സമർപ്പിക്കുന്നു. അവിടെയാണ് സമർപ്പണം വരണത്. അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിൽ നമ്മൾ സമർപ്പിച്ചതാകാൻ വേണ്ടി ആദ്യമേ ഉടമ്പടിയിൽ റെഡിയായിരിക്കണം. പിന്നെ വരുന്ന ഒരു വിഷയം എന്ന് പറയണത് നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ അമ്മ നമ്മുടെ വീട്ടിലുണ്ട്. അമ്മയുടെ ഒരു വിഷയം ബൈബിള് അമ്മയെ അവതരിപ്പിക്കും. ഉടമ്പടി അമ്മയുടെ പ്രാർത്ഥനയാണല്ലോ, ത്രൂ മേരിയാണല്ലോ ഈ ഇത് വർക്കൗട്ട് ചെയ്യണത്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥലല്ലേ ഉടമ്പടി ചെയ്തിരിക്കണത്. അപ്പോൾ അമ്മയുടെ മധ്യസ്ഥലായതുകൊണ്ട് ഇതിൻ്റെ കെയർ ടേക്കർ എന്ന് പറയുന്ന ആൾ അമ്മയാണ്. അപ്പോൾ അതുകൊണ്ടാണ് മരിയ സ്പിരിച്വാലിറ്റി അനുസരിച്ചാണ് നമ്മൾ ജീവിക്കണത്. ഉടമ്പടി ജീവിതം മരിയ സ്പിരിച്വാലിറ്റി അനുസരിച്ചാണ്. അപ്പോൾ ചില കാര്യങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. പിന്നെ ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കണം അമ്മയുടെ പരിപാടിയാണ്. അതുകൊണ്ട് ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ പത്രങ്ങളൊക്കെ ലോകത്തിന് കൊടുക്കണം, ആൾക്കാർക്ക് കൊടുക്കണത്. അപ്പോൾ അമ്മയുടെ അത് മരിയ സ്പിരിച്വാലിറ്റിയുടെ ഭാഗമാണ്. അപ്പോൾ മരിയ സ്പിരിച്വാലിറ്റി തന്നെയാണ് എലിസബത്തിനെ സെർവ് ചെയ്യാൻ പോണതും ആശുപത്രി സന്ദർശനവും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം മരിയ സ്പിരിച്വാലിറ്റിയിലാണ് ഇത് വർക്കൗട്ട് ചെയ്യത്തുള്ളത്. അപ്പോൾ അമ്മയുടെ മധ്യസ്ഥത വെച്ചിട്ട് അമ്മയുടെ ഒരു ആധ്യാത്മിക ജീവിതം നമ്മൾ ജീവിച്ച് മാറുകയാണ് ഉടമ്പടി ചെയ്യണത്. ഈ ചെയ്വനകളിൽ ഉണ്ടാകുന്നൊരു വിഷയം നിങ്ങൾക്കറിയേണ്ടത്, കാനായിലൊരു വിവാഹാഘോഷം നടന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയെ ബൈബിൾ അവതരിപ്പിക്കുന്നതിന് ഒരു ബാങ്കറ്റ് സിറ്റുവേഷൻ രൂപീകരിക്കണ കാണാം. അമ്മയെ ബൈബിള് പരസ്യമായിട്ട് അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ബാങ്കറ്റ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാം. ഈ ബാങ്കറ്റ് തന്നെയാണ് പിന്നീട് സ്വർഗത്തിൽ നമ്മൾ കണ്ടെത്തുന്നതും. ബൈബിളും എല്ലാം നിത്യപിതാവുമായിട്ടുള്ള സദ്യവട്ടങ്ങളിൽ നിന്നാണ് ബൈബിൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സദ്യയിൽ നിന്ന് മറ്റു സദ്യയിലേക്ക് ഇങ്ങനെ ബൈബിൾ സഞ്ചരിക്കും. കാനായിലെ വിവാഹാഘോഷത്തിൽ നിന്നാണ് നിത്യതയിലേക്ക് മനുഷ്യൻ സഞ്ചരിക്കുന്നത്. അപ്പോൾ അവിടെ വരുമ്പോൾ പറയുന്ന വിഷയം എന്താണ്? ആ വീട്ടുകാരിൽ ഒരുവളായിട്ട് മറിയം അവിടെ ഉണ്ടായിരുന്നെന്നാണ് പറയണത്. യേശു ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടിരുന്നു. വാക്കുമെല്ലാം വളരെ കറക്റ്റാണ്. മാതാവ് ആ എമംഗ് ദ മെമ്പേഴ്സാണ്. ആ വീട്ടിൽ നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മുടെ വീട്ടുകാരിൽ ഒരാളായിട്ട് വരികയാണ് ആര്? മാതാവ്. പിന്നീട് അത് നിങ്ങൾ മനസ്സിലാക്കണം. ആ വചനം വായിച്ചേ. മറിയം അവിടെ ഉണ്ടായിരുന്നു. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. യോഹന്നാൻ 2:1. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അതാണ് സംഭവം. പിന്നെ അടുത്ത വചനം എന്താണ്? യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. പുറമേ നിന്ന് വന്ന ആൾക്കാരാ. യേശുവും ശിഷ്യന്മാരും പുറമേ നിന്ന് വന്നതാണ്. അവിടുത്തെ വീടിൻ്റെ മെമ്പർ ആരാണ്? മറിയമാണ്. നിങ്ങളെപ്പോഴും ഓർക്കണം, നിങ്ങൾക്ക് ജോലിയില്ല, വീടില്ല, രോഗമാണെന്നൊക്കെ പറയുമ്പോൾ ദൈവത്തിൻ്റെ അമ്മ ഇതാ നിൻ്റെ അമ്മയെന്ന് പറഞ്ഞിട്ടുള്ള വാഗ്ദാനത്തിൻ്റെ പിൻബലത്തിൽ നമ്മുടെ വീടിൻ്റെ ഒരു മെമ്പറായിട്ട് മാറുകയാണ്. അവർ പുറത്തുനിന്ന് വരികയല്ല.
നമ്മുടെ വീടിൻ്റെ മെമ്പറായിട്ട് മാറുമ്പോൾ ഫസ്റ്റ് പറയുന്നത് എന്താ, നമ്മുടെ ഇല്ലായ്മയും വല്ലായ്മയും ഒക്കെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ സംവിധാനമാണ് മറിയം. അതുകൊണ്ടാണ് അമ്മ റഷ് ചെയ്യണത്. ഇതെൻ്റെ ഡ്യൂട്ടിയാണ്. ഇവിടെ ഇല്ലായ്മ ദൈവത്തിൻ്റെ സത്യപ്പെടുത്തുക. അവർക്ക് വീഞ്ഞ് ഇല്ല, അതാണ് സംഭവം. നമ്മുടെ ഇല്ലായ്മ നമുക്ക് പഠിക്കാൻ പറ്റും. ഇപ്പോൾ എത്ര കുഞ്ഞുങ്ങളാണ്, കുഞ്ഞുങ്ങൾ ഇവിടെ സാക്ഷ്യം കേട്ട് കഴിഞ്ഞാൽ ഈ ബുദ്ധിരാക്ഷസന്മാർക്ക് ശരിക്കും പറഞ്ഞാൽ ചൊറിച്ചിൽ വരും. എന്താ കാര്യം? അവർ പറഞ്ഞത് എന്താണെന്നറിയാമോ, എനിക്ക് പഠിച്ചിട്ട് തലേ കയറണില്ല, ഞാൻ പഠിച്ചിട്ട് എനിക്ക് മനസ്സിലാകണില്ല, ഞാൻ പകുതി പോലും പഠിച്ചിട്ടില്ല, പക്ഷെ ഞാൻ ജയിച്ചെന്ന് പറയും. എന്താ പറയണത്? അപ്പോൾ നമ്മളെ കൈയടിക്കും. അപ്പോൾ ചില യുക്തി കൊണ്ട് ജീവിക്കുന്ന പാർട്ടി പറയും ഇതെന്ത് മണ്ടത്തരമാണ്, എന്നാൽ പിന്നെ പരീക്ഷയുടെ ആവശ്യമില്ലല്ലോ, കൃപാസനം മാത്രം മതിയല്ല എന്ന് പറയും. അങ്ങനെ കാരണം ദൈവത്തെ അറിയാൻ പാടില്ലാത്തവർക്ക് എന്തും പറയാമല്ലോ, നമുക്ക് എന്തും പറയാൻ പറ്റത്തില്ല. അതാണ് വിഷയം പറയാൻ. അപ്പോൾ അതെന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈശോ അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഉടനെ ഈശോ പറയുന്നത് എന്താണ്, അവർക്ക് മെരിട്ടില്ലെന്ന്, ഈ സബ്ജക്റ്റിന് മെരിട്ടില്ലെന്നാണ് പറയണത്. മനസ്സിലായില്ലേ? അവർക്ക് വീഞ്ഞില്ലെന്ന് പറയുമ്പോൾ ഈശോയുടെ റെസ്പോണ്ട് എന്താണ്, ഈ മിറക്കിളിന് അവർക്ക് മെരിട്ടില്ല, യോഗ്യതയില്ല. അതിൻ്റെ കാരണം എന്താ? ഒന്ന്, അതിൻ്റെ അകത്ത് കാരണങ്ങളുണ്ട്. ഒന്ന്, എനിക്കും നിനക്കും അതിൻ്റെ അകത്ത് എന്താണ് അറിവായി, അത് അവരുടെ വീട്ടിലെ പ്രശ്നമാണ്. വായ്പ മേടിക്കുകയോ കടയിൽ നിന്ന് വാങ്ങിക്കുകയോ വിലക്ക് വാങ്ങിക്കുകയോ ചെയ്യാം. അങ്ങനെയുള്ള പ്രൊവിഷൻസ് അവിടെ ഉണ്ട്. നീ പോയി അതിനെ തലയിടേണ്ട ആവശ്യമില്ല. അപ്പം നമ്മുടെ വീട്ടിൽ തലയിടേണ്ടാത്ത കാര്യമാണെങ്കിൽ പോലും മറിയം തലയിടും. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് സ്വാഭാവികമായിട്ട് അങ്ങനൊരു മിറക്കിളിൻ്റെ ആവശ്യം പോലും അവിടെ ഇല്ലെന്ന് നമുക്കറിയാം. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അമ്മ ആ വീട്ടിൻ്റെ ആളായിട്ട് പിതാവ് ഏൽപ്പിച്ചിരിക്കണ കാരണം നമ്മുടെ ഇല്ലായ്മയും വല്ലായ്മയും അമ്മ അത് അഡ്രസ്സ് ചെയ്യും. അത് അപ്പോൾ യേശുവിക്ക് എനിക്കും നിനക്ക് എന്ത്, ഒരു മെറിറ്റില്ലാത്തതിൻ്റെ ഒരു ആദ്യത്തെ മെറിറ്റ് അതാണ്, അതില്ല. അവിടെ നമുക്ക് തലയിടേണ്ട ആവശ്യമില്ല, നമ്മുടെ വിഷയമല്ലത്. ദ സബ്ജക്റ്റ് തന്നെ, ദ വെരി സബ്ജക്റ്റ് ഈസ് നോട്ട് നോൺ ടു അസ്, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല ഇത്. രണ്ടാമത്തേത് എന്താണ്, അത് മാനുഷികമായിട്ട് അത്രയും. മൂന്നാമത്തെ മാനുഷികമായിട്ട് ഇത് നമ്മുടെ സബ്ജക്റ്റ് അല്ല. പിന്നെ ദൈവികമായിട്ടും പ്രശ്നങ്ങളുണ്ട്, ഇതിന് യോഗ്യതയില്ല. എന്താണ്, എൻ്റെ സമയം ഇനിയും സമാഗതമായിട്ടില്ല. അപ്പോൾ രണ്ട് പ്രശ്നമാണ്, ദൈവികമായ തടസ്സമുണ്ട്, മാനുഷികമായ തടസ്സമുണ്ട്. അപ്പോൾ നോട്ട് ബൈ മെറിറ്റ്, ഇത് മെറിറ്റിൽ ഇത് വർക്ക് ചെയ്യത്തില്ല. പിന്നെ വർക്ക് ചെയ്യത്തില്ല, പിന്നെ എന്തിലാണ് വർക്ക് ചെയ്യണത്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതായത് യോഗ്യതയെ വർക്ക് ചെയ്യത്തില്ല. നമ്മുടെ പല കാര്യങ്ങളും യോഗ്യത വർക്ക് ചെയ്ത്, നിങ്ങളുടെ ജപ്തി യോഗ്യത വർക്ക് ചെയ്തിട്ടില്ല. ഇപ്പം കഴിഞ്ഞ ദിവസം പറഞ്ഞു, എൻ്റെ അച്ഛ ഞങ്ങളുടെ വീട്ടിൽ 2 പെൺകൊച്ചുങ്ങളായിരുന്നു വളർന്നു നിൽക്കുന്നത്. എത്ര കല്യാണക്കാരും വന്ന് ഒരു മനുഷ്യൻ വരികയില്ല, വന്ന കാണ്ടാമൃഗങ്ങളെല്ലാം മഴയത്ത് വരുമെന്ന്. അതെന്താണെന്നറിയാമോ? ഇവിടെ വീട്ടിൽ മഴയത്ത് വന്നാൽ കുഴപ്പമാണ്. ഇവർ പ്രാർത്ഥിക്കണത് പെണ്ണ് കാണാൻ ആരും മഴയത്ത് വരല്ലേ എന്നാണ്. കാര്യം വഴിയില്ല, കണ്ടവൻ്റെ വഴിയിൽ കൂടി വരണം, അവിടെ മുഴുവൻ വെള്ളമാണ്. അപ്പോൾ തുണി പൊക്കി പാൻസ് പൊക്കി നീന്തിയാണ് ചെറുക്കൻ പെണ്ണ് കാണാൻ വേണ്ടത്. 2 പ്രാവശ്യം പാൻസ് വെക്കുമ്പോൾ തന്നെ അവൻ ഈ കേസ് കെട്ട് അവസാനിപ്പിക്കും. അപ്പോൾ ഇനി കെട്ടത്തില്ലെന്നുള്ള ഉറപ്പായി, മെറിറ്റില്ല അവർക്ക്. അപ്പോൾ മെറിറ്റിൽ ഇത് വർക്ക് ചെയ്യത്തില്ല, കാര്യം വഴിയില്ല, ഉള്ള വഴി കണ്ടവൻ്റെതാണ്, അതുപോലെ വെള്ളവുമാണ്. അവൾ വന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ വഴി വെള്ളമാണ്, അത് കണ്ടവൻ്റെ സ്ഥലമാണ്, എനിക്ക് 2 പെൺമക്കളുണ്ട്, ഞങ്ങൾ ഇതേ കൂടി എവിടെ കൊണ്ടുപോകാനാണ്? അവരുടെ മനസ്സ് ഇത്രയും നാൾ അവിടെ ജീവിച്ചിട്ടൊരു വഴിയില്ല. അവരെഴുതിയിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ ചെയ്യും, എൻ്റെ മക്കളെ കെട്ടിക്കാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഈ സാധനം ചോദിച്ചുള്ളേ അവർ പോയി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ആ വീട്ടുകാരെല്ലാം തന്നെ മാനസാന്തരപ്പെട്ട് 12 മീറ്ററുള്ള വഴി റോഡിട്ട് കൊടുത്തിരിക്കണം അവിടേക്കും. അപ്പോൾ ഇതിൻ്റെ ചില കാര്യങ്ങൾ നമുക്ക് മെറിറ്റില്ല. സാക്ഷ്യം ഇങ്ങനെ നമ്മൾ യൂട്യൂബിൽ കിടപ്പുണ്ട്, നമ്മളെ ഞെട്ടിച്ച് കളയും. കാര്യം ആളെ കയറി ആ സബ്ജക്റ്റ് കൈകാര്യം ചെയ്യണം. നിങ്ങളുടെ ബുദ്ധി എന്ന് പറയണത് ആളെ കൊണ്ട് ഈ ഫയലെടുപ്പിക്കണം. ഫയലെടുപ്പിക്കാൻ പറ്റുന്നതിന് വേണ്ടി നിങ്ങളുടെ മനസ്സ് സുവിശേഷ വിഹിതമായിട്ട് പുനഃക്രമീകരിക്കണം. എന്നിട്ട് ദൈവത്തിന് തോന്നണം ഇത് വയറ്റിപ്പഴപ്പ് മാത്രമല്ല, ജെന്യൂനായിട്ട് ദൈവത്തിൻ്റെ കൂടെ നിൽക്കും, ദൈവത്തിൻ്റെ സാക്ഷിയായി ജീവിക്കും എന്നൊക്കെ ദൈവം തോന്നിയാൽ ഫയൽ ഇന്നെടുക്കും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ആനുകൂല്യം എന്ന് പറഞ്ഞാലും സാധനം എടുക്കത്തില്ല. കാര്യം എടുത്തിട്ട് ദൈവത്തിന് പ്രയോജനമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത് എടുത്തൊപ്പിട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം ദൈവത്തിൻ്റെതല്ലേ,
എല്ലാ തിന്മകളുടെയും തലയെ ചവിട്ടി നിൽക്കുന്നതാണ് അമരോത്ഭ മാതാവ് അല്ലേ? പാമ്പിൻ്റെ അവിടെ നിൽക്കണത്. അപ്പം നിനക്കെതിരെ വരുന്ന എല്ലാ പാമ്പിൻ്റെ തലയിലും അവൾ ചവിട്ടും. അനാദികാലം മുതൽ രക്ഷകനെ വാഗ്ദാനം ചെയ്തപ്പോൾ അതിക്ക് മുമ്പ് തന്നെ പാമ്പിൻ്റെ തലയെ ചവിട്ടാതെ രക്ഷകനെ ലോകത്ത് കൊടുക്കാൻ പറ്റത്തില്ലെന്നറിയാം. അതുകൊണ്ടാണ് നിനക്കും സ്ത്രീക്കും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കുന്ന ഭംഗ്യം തരേണ സിംബോളിക് വേയിൽ പറഞ്ഞിരിക്കണം. എല്ലാ തിന്മകളും ഇവർക്ക് അധീനമാക്കി കളയും. അപ്പം നിനക്കെതിരെ നിൻ്റെ ജീവിതത്തിന് എന്തെങ്കിലും മേൽഗതിക്ക് വേണ്ടി ഒരു തിന്മകളുണ്ടെങ്കിലേ, ഇപ്പം നിൻ്റെ ഓഫീസിലായിരിക്കും, നിൻ്റെ പ്രൊമോഷൻ തടഞ്ഞു വെച്ചിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ നിൻ്റെ സൂപ്രണ്ടാ, അല്ലെങ്കിൽ നിൻ്റെ ഡയറക്ടറാ, അസിസ്റ്റൻ്റ് ഡയറക്ടർ, ആരെങ്കിലും നിനക്ക് പണി തരാൻ വേണ്ടി മാത്രം ഇരിക്കണവരാകാം. ആ പാമ്പിൻ്റെയൊക്കെ തല അമ്മ ചവിട്ടും, ചവിട്ടി ഒതുക്കിയിരിക്കും, ചവിട്ടി കൂട്ടിയിരിക്കും. അപ്പം അതുകൊണ്ട് അങ്ങനെ ചവിട്ടിക്കൂട്ടാൻ വേണ്ടി തന്നെ നിൻ്റെ ശത്രുക്കളെ നിനക്കെതിരെ ചവിട്ടിക്കൂട്ടാൻ വേണ്ടി തന്നെ നിൻ്റെ അമ്മ ഈശോ പറഞ്ഞ വാക്കുണ്ട്, എന്താണ്? നിൻ്റെ ശത്രുക്കളെ നിനക്കും ചവിട്ടിക്കൂട്ടാൻ പറ്റും. എന്താണ്? നിൻ്റെ ശത്രുക്കളെ ഞാൻ ചവിട്ടിക്കൂട്ടണവരെ നീ എൻ്റെ വലത് ഭാഗത്തിരിക്കണമെന്ന്. അതാണ് ഉടമ്പടിയുടെ ഭാഗമെന്ന് പറയണത്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. നിൻ്റെ ശത്രുക്കളെ ലൂക്ക 20:43 ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എന്റെ വലതുഭാഗത്തിരിക്കുക. നിന്നെ ചവിട്ടിക്കൂട്ടാമെന്നവരെ നീ ചവിട്ടിക്കൂട്ടുന്ന ഒരു കാലം ഉണ്ടാകും. അതുവരെ നീ എൻ്റെ വലത് ഭാഗത്തിരിക്കാൻ, എന്ന് വെച്ചാൽ ദൈവസന്നിധി വിട്ടുപോകരുതെന്ന് കയ്യടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ ആരാധന, മഹത്വം മഹത്വം അപ്പോഴേ എനിക്ക് നിനക്ക് എൻ്റെ സമയം ഇനി സമാഗതമായിട്ടില്ലല്ലോ എന്ന് പറയുമ്പോഴേ മാനുഷ്യമായ ഒരു ഇമ്പിഡിമെൻസ് തടസ്സം ഇതിനുണ്ട്. അതുപോലെ തന്നെ ദൈവികമായ തടസ്സമുണ്ട്. എൻ്റെ സമയമായിട്ടില്ല. 2 യോഗ്യതകളുമില്ല എന്ന് പറയും. മെറിറ്റില്ല, 2 മെറിറ്റുമില്ല. 2 മെറിറ്റുമില്ല എന്ന് പറഞ്ഞ് ഈ ആപ്ലിക്കേഷൻ കണ്ട് റിജക്റ്റ് ചെയ്യും. കാനായിലെ കല്യാണത്തിലെ വിഞ്ഞിൻ്റെ ആപ്ലിക്കേഷൻസ് റിജക്റ്റ് ചെയ്യും. റിജക്റ്റ് ചെയ്യുമ്പോൾ ഇവളെ ആരാണ്? ഇവർ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമാണ്. അമ്മ ആരാണ്? അമ്മ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമാണ്. ഇങ്ങനെ മെറിറ്റില്ലാതെ ഒരു ആപ്ലിക്കേഷൻ റിജക്റ്റായി കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത നടപടി എന്താണെന്ന് അമ്മയ്ക്കറിയാം. മെറിറ്റില്ലാത്ത, യോഗ്യതയില്ലാത്തതിന് പിന്നെ എന്താണ്? നോട്ട് ബൈ മെറിറ്റ് വർക്ക് ചെയ്യണം. പിന്നെ എന്താണ്? ബട്ട് ബൈ ഗ്രേസ്. പിന്നെ ഗ്രേസിലേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. കംപ്ലീറ്റ് ഗ്രാൻഡായിരിക്കും. ഒരു കാര്യം നമ്മുടെ കഴിവ് കൊണ്ട് നടന്നില്ലെങ്കിൽ ഓർക്ക് ദൈവത്തിലെ അത് നടക്കുകയില്ല എന്നുള്ളതല്ല, ദൈവം അത് നടത്തിക്കുമെന്നും ദൈവത്തിന് മാത്രമേ നടത്തിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ആരാധന ആരാധന ഹല്ലേലൂയ യേശുവേ നന്ദി. നിന്നെ പോലൊരു ദൈവമില്ല, ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതമാ അതിശയമാ നീ മാത്രം ദൈവമെന്നും. അത്ഭുതമാ അതിശയമാ നീ മാത്രം ദൈവമെന്നും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോൾ മനുഷ്യരിങ്ങനെ തള്ളിക്കളഞ്ഞാൽ അടുത്ത നടപടി എന്താണെന്ന് അമ്മയ്ക്കറിയാം. പിന്നെന്താണ്?
ഇത് യോഗ്യതയിൽ നമ്മുടെ കഴിവിൽ നിൽക്കത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വർക്ക് ചെയ്യാൻ സാധ്യതയുള്ളത് കൃപയിലാണ്. പിന്നെ കൃപ ആക്ടിവേറ്റഡ് ആകാൻ, കൃപ അക്യുമുലേറ്റ് ചെയ്യാൻ, കൃപ പ്രൊഡ്യൂസ് ചെയ്യാൻ എന്ത് ചെയ്യണം? അതിനാണ് അമ്മ പറയണത്. കൃപ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സൂത്രവാക്യമാണ് അവൻ പറയണത് പോലെ ചെയ്യുക. ഇതാണ് സംഭവം. നോട്ട് ബൈ മെറിറ്റ് വർക്ക് ചെയ്യണത്, ബട്ട് ബൈ ഗ്രേസിലേക്ക് വർക്ക് ചെയ്യണത്. നമ്മുടെ യോഗ്യത കൊണ്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നടക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് കൃപ രൂപീകരിച്ച് വരാനും വളരാനുമുള്ള സൂത്രവാക്യമാണ് എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുക. അപ്പം അവൻ പറയണത് എന്താണ്, അതെന്തെല്ലാം ചെയ്താലും കൃപ രൂപപ്പെട്ടുകൊണ്ട് വരും. മനസ്സിലായില്ലേ? അവനും പറയണത് എന്തെല്ലാം, അതെന്തെല്ലാമാണ് അവൻ പറയണത് അതെല്ലാം. ഇപ്പം അതുകൊണ്ടാണ് നമ്മൾ സൗമ്യമായി പെരുമാറും, സ്നേഹത്തോടെ പെരുമാറും, ദേഷ്യം മാറ്റിവെക്കും, ക്ഷമ കൊടുക്കും ആൾക്കാർക്ക്, അങ്ങോട്ട് ചെന്ന് ചോദിച്ചിട്ട് സങ്കടങ്ങൾ ചോദിച്ചറിയും, നമുക്ക് പറ്റുന്ന പോലെ അവരെ സഹായിക്കും. അപ്പം അങ്ങനെ ഓരോ കാര്യത്തിലും ദൈവം എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതിനാണ് ദൈവം പറഞ്ഞത് അറിയാൻ വേണ്ടിയാണ് ഈ വചനം വായിക്കണത്. മനസ്സിലായില്ലേ? വചനം വായിക്കണത് എന്താണ്? കൃപ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ദൈവം അവൻ പറയുന്ന പോലെ ചെയ്യണം. അവനെന്താ പറഞ്ഞതെന്ന് നമ്മൾ അറിയണ്ടേ? അതിനാണ് വചനം വായിക്കണത്. വചനം വായിക്കുമ്പോൾ നീ കർത്താവിൻ്റെ ആളാണെങ്കിൽ നിനക്ക് തന്നെ കർത്താവ് ആന്തരിക ബോധ്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കും, ഇന്നത് ചെയ്യാനും ഓരോരോ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ദൈവം പറഞ്ഞ കാര്യം നമ്മൾ ചെയ്യും. എന്താണ്? ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുക, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുക, പഠിക്കാത്ത കുഞ്ഞുങ്ങളെ ഇപ്പോൾ എത്ര പേരാണ് ജർമ്മൻ ട്യൂഷൻ എടുക്കുന്നത്, എത്ര പേരാണ് മറ്റ് ഭാഷകളിലൊക്കെ ട്യൂഷൻ എടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് പറ്റണത്, എല്ലാവരും വസ്ത്രത്തിന് പുറകെയും ഭക്ഷണത്തിന് പുറകെ പോകണമല്ല, ഓരോരുത്തർക്ക് പറ്റണ കാര്യങ്ങൾ. ഇപ്പോൾ ചിലയിടത്ത് ഓരോരുത്തർ നിൽക്കേണ്ടി വരും, ചിലപ്പോൾ ഒന്ന് കൂടെ പോകേണ്ടി വരും. അപ്പം അങ്ങനെയെല്ലാം കൃപ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. ഇപ്പോൾ ഇപ്പോൾ ഒരു ലോൺ എടുക്കണം, അവർക്ക് ലോൺ കിട്ടത്തില്ലെന്ന് ഉറപ്പായി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ബാങ്കിൽ സ്വാധീനം ഉണ്ടെങ്കിൽ നമ്മൾ ചെന്ന് മാനേജർ പറയണം, എനിക്കറിയാവുന്ന കക്ഷിയാണ്, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞാനത് അവരെ ഗൈഡ് ചെയ്തോളാം, അവരെ സഹായിക്കണം. അപ്പം നമുക്കൊരു വാക്കേ പോകത്തുള്ളൂ. അപ്പം അങ്ങനെ എല്ലാ മേഖലകളും നോക്കണം, അവൻ പറയണ പോലെ ചെയ്യണം. അപ്പം അങ്ങനെ അവൻ പറയണ പോലെ എല്ലാ മേഖലകളും ചെയ്യുകയായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. അത് കേൾക്കണമെങ്കിൽ ഇതുപോലെ വചനങ്ങളെ കേൾക്കുകയും ഉടമ്പടി പ്രകാരമുള്ള വചന വിശദീകരണം കേൾക്കണം. അപ്പോൾ എന്തെങ്കിലും വചനങ്ങൾ, ലോകത്ത് ഒത്തിരിയേറെ വചന പ്രഘോഷണങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷേ ഉടമ്പടിയിലിരിക്കുന്നവർ ഉടമ്പടി വചന പ്രഘോഷണമാണ് കേൾക്കേണ്ടത്. കാര്യം വെച്ചാൽ ഉടമ്പടി വചന പ്രഘോഷണം ദൈവം ഇവിടെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഉടമ്പടി വെളിപ്പെടുത്തി ഇവിടെയാണ്, ഉടമ്പടി വിശദാംശങ്ങൾ വെളിപ്പെടുത്തി ഇവിടെയാണ്, ഉടമ്പടിയോട് ബന്ധപ്പെട്ട് മാതാവിൻ്റെ പ്രത്യക്ഷീകരണം നടന്ന ഇവിടെയാണ്. ആ പ്രത്യക്ഷീകരണം സാധൂകരിക്കുന്നതിന് മാതാവ് നൽകിയിട്ടുള്ള സംവിധാനമാണ് ഉടമ്പടി. ആ ഉടമ്പടി വിജയിക്കുന്നുള്ള ദൈവത്തിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഉടമ്പടി ധ്യാനങ്ങളാണ് എൻ്റെ ഉപാധി. എത്രയോ മനുഷ്യരാണ് ഇവിടെ അത് സ്കൂളിൽ പോകുമ്പോഴും ഓഫീസിൽ പോകുമ്പോഴൊക്കെ ഇയർഫോൺ വെച്ചുകൊണ്ട് ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം കൃപയും നിലനിൽക്കും. സാക്ഷ്യങ്ങൾ, അതിൻ്റെ ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അതെങ്ങനെ വർക്കൗട്ട് ചെയ്യണമെന്ന് മനസ്സിലാകും. അപ്പോൾ ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് നല്ല ധൈര്യവും ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ ഉടമ്പടി ധ്യാനത്തിലൂടെ അതുകൊണ്ടാണ് സ്മൃതിയുടെ സാക്ഷ്യങ്ങൾ സ്മൃതി എന്നല്ലേ ജോസ്മിയുടെ സാക്ഷ്യങ്ങൾ ഉടമ്പടി ജീവിതത്തിൽ എനിക്ക് ഇനിയും വളരണമെന്ന് അവർ പറയുന്നതിന് മുമ്പ് അവർ പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ കൃപാസനത്തിലൊക്കെ വന്നിട്ടുണ്ട് നേരത്തെ, പക്ഷേ കൃപാസനം എന്താണെന്ന് മനസ്സിലാക്കാൻ ഞാൻ പണ്ട് ശ്രമിച്ചിട്ടില്ലെന്ന്. ഇതാണ് വിഷയം. അത് വിഷയം തന്നെയാണ്. മറ്റെല്ലാ ധ്യാനകേന്ദ്രങ്ങളും പോലെ യേശുവേ സ്തോത്രം, യേശുവേ നന്ദി എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ പറയുന്ന ഒരു സംവിധാനമാണ് ഇതെന്ന് വിചാരിക്കുന്നവരുണ്ട്. ആ തെറ്റാണെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അതൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ അതല്ല, കൃപാസനത്തിനെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയുണ്ട്. മാതാവിൻ്റെ പ്രത്യക്ഷീകരണം നിങ്ങൾക്ക് അടയാളം നൽകിക്കൊണ്ട് സ്ഥിരീകരിച്ച് ദൈവവും നിങ്ങളുമായിട്ട് ബയലാറ്റർ ഉടമ്പടി ഉണ്ടാക്കി ദൈവത്തിൻ്റെ തുല്യ കക്ഷിയായിട്ട് നിങ്ങൾ വളർത്തി നിലനിർത്തി അത് നിങ്ങളെക്കൊണ്ട് വചനം പാലിക്കാൻ നിങ്ങൾക്ക് ദൈവം അനുഗ്രഹങ്ങൾ നൽകി. അങ്ങനെ പാലിക്കുന്നതിലൂടെ ദൈവം നിങ്ങൾക്ക് കൃപ നൽകി. അത് നിത്യത വരെ നിങ്ങൾക്ക് ഹാർവസ്റ്റിംഗ് ഉണ്ടാകുന്ന ഒരു ബൃഹത്ത് പദ്ധതിയാണ്. അതാണ് കൃപാസനത്തിൽ വന്നിട്ടുണ്ട്. കൃപാസനം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ലെന്ന്. പക്ഷേ കൃപാസനത്തെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കിയത് ദൈവമാണെന്ന് ഞാൻ പറയത്തുള്ളൂ.
കാര്യം 89 എൻ്റെ ഒരു സഹപ്രവർത്തകൻ ഞാനീ പുത്തമ്പാന അമ്മാനം ദേവാസ്തപള്ളിക്കാരൊക്കെ വിളിച്ചു കൂട്ടിയപ്പോൾ കൃപാഭവനത്തിൻ്റെ ആ ആഭിമുഖ്യത്തിൽ തുമ്പോളിയിൽ ഇന്ന ശുശ്രൂഷകൾ നടന്നു എന്ന് പറഞ്ഞൊരു പത്രക്കുറിപ്പ് എഴുതിക്കൊണ്ട് പോയി. പത്രത്തെ വന്നപ്പോഴാണ് ഞാൻ അറിയണത് കൃപാഭവനാണ്. അപ്പം ഞാൻ അയാളെ വിളിച്ച് പറഞ്ഞു കൃപാഭവനല്ല കൃപാസനം എന്ന് പറഞ്ഞു. അന്നാണ് കൃപാസനം ആകണത്. ഇത് ശരിക്കും 89 കൃപാഭവനല്ല കൃപാസനം. അപ്പോൾ കൃപാസനം എന്താണെന്ന് അപ്പോഴും എനിക്കറിയത്തില്ല. അപ്പോൾ കർത്താവിൻ്റെ മനസ്സിൽ തന്ന പേര്, അതിനുശേഷമാണ് കൃപാസനം വാഗ്ദാന പേടകമാണെന്ന് മനസ്സിലാകണത്. അതിനുശേഷമാണ് കൃപാസനം ഉടമ്പടിയാണ് കണക്റ്റാകണത് മനസ്സിലാകണത്. അതിനുശേഷം മാതാവ് കൃപാസനം തന്നെയാണെന്ന് മനസ്സിലാകണത്. അതെല്ലാം അതിനുശേഷം ഉള്ള ഒരു വലിയ യാത്രയിലാണിതെല്ലാം ദൈവം എൻ്റെ കണ്ടശ ഇങ്ങനെ വെളിപ്പെടുത്തി നൽകണത്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരൻ മനസ്സിലാക്കണം, ദൈവികമായ ഒരു പദ്ധതിയുടെ കൂടെ സഞ്ചരിക്കുന്നവർ മാത്രമാണ് നമ്മൾ, ഞാനും നിങ്ങളും. ദൈവം സ്വരുക്കുഴിയെടുത്തൊരു പദ്ധതിയുടെ കൂടെ സഞ്ചരിപ്പുകാരാണ്. അപ്പം നമ്മുടെയൊക്കെ ഉദ്ദേശം ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നതിനും ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകണവരെ നമ്മളിതിൻ്റെ വിഷയത്തിൻ്റെ കൂടെ തന്നെ ഉണ്ടാകണം. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലുതാണ് ദൈവം വിചാരിക്കണത്. നിങ്ങളെ ഉടമ്പടിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലുതാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കണത്. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ജോസ്മിയുടെ അനുഭവത്തിൻ്റെ അവസാനത്തെ ഭാഗം കേട്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയിലേക്ക് വരാം. ജോസ്മി അവസാനം നിക്കക്കളിയില്ലാതെ തകർന്ന് തരിപ്പണമായി കഴിഞ്ഞപ്പോൾ ജോസ്മി ആ കുഞ്ഞിനെയും കൊണ്ടുവന്നിട്ട് ഉടമ്പടി പുതുക്കി ഇവിടെ ആൾത്താരെ നിൽക്കും. അപ്പോഴെന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോസ്മിക്ക് തോന്നും അച്ഛൻ്റെ അടുത്ത് ഈ പാല് കൊടുക്കണ ഒരു രീതി, കുഞ്ഞിന് ഇവന് ഭയങ്കരമായ ഒരു ഭഗീരഥ പ്രയത്നമാണ്, അതൊന്ന് അച്ഛനെ കാണിക്കണമെന്ന് തോന്നി. ഇങ്ങനെയാണ് പാല് കൊടുക്കണത്, ഇത് എങ്ങനെ ഈ കൊച്ചു ജീവിച്ചിരിക്കുമോ, ഇനി ഇത് മരുന്നൊന്നുമില്ല, ഡോക്ടറും കൈവിട്ട് നിങ്ങൾ തഞ്ചത്തിൽ കൊടുക്കാഞ്ഞിട്ടാണെന്ന് പറയുമ്പോൾ ജോസ്മി പറയും ഞാൻ കാണിക്കുന്ന കൺസേണിനെ കുറിച്ച് പോലും ഡോക്ടറിന് ഒരു ഐഡിയ ഇല്ലല്ലോ എന്ന്. അപ്പോൾ അവർ ആ ചാപ്റ്ററോടെ വെച്ച് മെഡിസിൻ ചാപ്റ്റർ ക്ലോസ് ചെയ്യും. അവർ ഇത് അമ്മയുടെ അടുത്ത് വന്ന് നിന്നിട്ട് അമ്മയോട് വന്നെന്ന് പറയും, അമ്മ എടുത്ത് എന്നോട് പറഞ്ഞു അച്ഛാ ഈ കുഞ്ഞിനെ ഒന്ന് അമ്മയെ കാണിക്കുമോ എന്ന് ചോദിക്കും. അപ്പോൾ എൻ്റെ ഒരു വിഷയം മാത്രമല്ല, നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് കാണിക്കുന്ന വെബ്രാളങ്ങളില്ലേ, പാല് കൊടുക്കുമ്പോൾ പ്രോട്ടീൻ അലർജിയുള്ള കുഞ്ഞ് കാണിക്കുന്ന വെബ്രാളങ്ങളെ ആണ് ഈ ഉടമ്പടി ഈ മൊബൈലിൽ വീഡിയോ എടുത്തിരിക്കണത്. അപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ഈ വെബ്രാളം കണ്ട കുഞ്ഞിനെ എടുത്തിട്ട് ഞാൻ അങ്ങനെ തന്നെ ഇവിടെ വന്നിട്ട് അമ്മയെ കാണിക്കും. നിങ്ങൾക്ക് തോന്നേ, ഞാനൊരു പഠിക്കണ കാലത്ത് തന്നെ ഞാൻ കോളേജിൽ യുക്തിവാദ സംഘടന ഉണ്ടായിരുന്ന ആളാണ്. എനിക്ക് ആ വിഷയം യുക്തിപരമായിട്ടാണ് ഞാൻ വിഷയങ്ങളെ പണ്ടും കണ്ടുകൊണ്ടിരുന്നത്. ഈ വിശ്വാസം എന്ന് പറയണത് ഒരു ലെവൽ കഴിയുമ്പോൾ അത് കംപ്ലീറ്റ് യുക്തിയുടെ മേഖലയിലേക്ക് പ്രവേശിക്കും. കാര്യം എന്താണ്? അപ്പൻ ദൈവവും നമ്മൾ തമ്മിലുള്ള ബന്ധമാണ് എൻ്റെ യുക്തി എന്ന് പറയണത്. ആധ്യാത്മികയുടെ യുക്തി എന്ന് പറയണത് അത് യുക്തി തന്നെയാണ്, അല്ല വിശ്വാസമല്ല. ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം. ഞാൻ പറയും അമ്മേ, വേറൊരു അമ്മയാണ് ഈ കിടന്ന് ഈ കൊച്ചിന് 2 കൊല്ലമായിട്ട് തകരണത്. ഇതിങ്ങനെ കാണിക്കും ഞാൻ രൂപത്തെ. അപ്പം ചിലരൊക്കെ പറയില്ല ഇതൊക്കെ എന്താ ഈ രൂപമാണ്, രൂപത്തെ ഇത് കാണിക്കണം, വിഗ്രഹാരാധനല്ലേ, മണ്ണം കണ്ട അവന്മാർക്കൊക്കെ ഒരു ബോധമില്ല, അറിവില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. അറിവില്ലാതെ കുറേ അണ്ണന്മാർ അത് ആനകൂനെന്നൊക്കെ പറയും. വിശ്വാസമുള്ളവനെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനവരം എന്ന് പറയണത് ദൈവത്തോട് ആത്മബന്ധത്തിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്ന വിവേചനമാണത്. ഞാൻ അമ്മയുടെ രൂപത്തെ കാണിക്കുമ്പോൾ അമ്മ ഡയറക്റ്റ് ഇത് കാണാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളത് എക്സ്പ്ലിസിറ്റ് ആയില്ലേ അവിടെ. ഞാൻ ഈ മൊബൈൽ അമ്മയെ കാണിക്കും, ഇവിടെ നിന്നിട്ട് അമ്മയെ കാണിക്കും. കാര്യം ഈ കുഞ്ഞിന് വേറെ ഇനി മാർഗമില്ല, ഞങ്ങളുടെ മെരിറ്റെല്ലാം പോയെന്ന് പറയും. ഞങ്ങളുടെ മെരിറ്റെല്ലാം തീർന്നു, ഇനി ഞങ്ങൾക്ക് അവലംബങ്ങളില്ല, ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ അവലംബമില്ല. കുഞ്ഞിനെ തന്ന നീയാണെങ്കിൽ നീ മാത്രമേ അവസാനത്തുള്ള അഭയമുള്ളൂ. ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങോട്ട് പോന്നിട്ട് ഇവർക്ക് കൊടുക്കണമെമ്പോൾ ഞാൻ ഈ സൈത്തെടുത്തിട്ട് ആ വിഷയത്തിലൊരു കുരിശിട്ട് മൊബൈലിലൊരു കുരിശിട്ട് ഇവർക്ക് കൊടുക്കും.
ഇവർ ഒരു 5 മിനിറ്റ് നടന്ന് അവിടെ ചെന്ന് കാണും. ഇവർ ആദ്യമായിട്ടും കുഞ്ഞ് പറയും, എനിക്ക് ഞാഞ്ഞ വേണമെന്ന് പറയും. ഞാഞ്ഞ എന്ന് പറയുന്നത് എന്താ, കരിക്കാണേ. കുഞ്ഞിന് ഭക്ഷണം കാണുമ്പോൾ ഓടണ കൊച്ചാ. വായി കുത്തി കയറ്റിയാലും കുഞ്ഞിനെ അവസാനം നിരത്തിട്ട് എറിയേണ്ടി വരും. ആ അവസ്ഥയിൽ കുഞ്ഞ് ഇങ്ങോട്ട് ചോദിക്കുകയാണ്, എനിക്ക് ഞാഞ്ഞ. അമ്മ അപ്പം തന്നെ ഒരു കരിക്ക വാങ്ങിച്ച് വെട്ടിപ്പൊളിച്ച് വെള്ളവും കൊടുത്ത് അതിൻ്റെ കാമ്പം കൊടുത്ത്. പുള്ളി അന്നും ഒരു കൊച്ച് കഴിക്കാൻ തുടങ്ങിയിട്ട് ഇന്നും കഴിക്കൽ നിർത്തിയിട്ടില്ല. ഇതാണ് നോട്ട് ബൈ മെറിറ്റ് എന്ന് പറയണത്. ഇതാണ് നോട്ട് ബൈ മെറിറ്റ് എന്ന് പറയണത്. അതാണ് അവർ പറയണത്, എനിക്ക് ഉടമ്പടി ജീവിതത്തിൻ്റെ അടുത്ത ഭാഗങ്ങളിലേക്ക് ഞാൻ പോവുകയാണെന്ന്. ഇതൊരു ജീവിതമാണ്. ഈ വിശ്വാസം ഇങ്ങനെയൊക്കെ തന്നെ പോകണം. വിശ്വാസത്തിൻ്റെ ഈ മേഖലകളിലൂടെയാണ് ഇതിൻ്റെ ഡിവൈൻ മെലിയു എന്ന് പറയുന്ന സംഭവം, ദൈവമേഖല എന്ന് പറയണത്. ഇവിടെ ആശയവാദങ്ങളില്ല, പ്രായോഗികമായ അനുഭവവാദങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ പ്രായോഗിക അനുഭവവാദങ്ങൾക്ക് വേണമെങ്കിൽ നിനക്ക് വിശ്വാസക്കളുപരി ദൈവസ്നേഹം ഉണ്ടാകണം. ഉടമ്പടിയുടെ ഓരോ പ്രവർത്തനങ്ങളും കർമ്മങ്ങളും നിന്നെ ദൈവസ്നേഹത്തെ വളർത്താൻ വേണ്ടിയുള്ള നടപടിക്രമത്തിൻ്റെ ഭാഗമാണ്. ആ ഒരു ബോധം ഉടമ്പടിയിൽ ജീവിക്കുന്നവർക്ക് ഉണ്ടാകണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 മഹത്വം, മഹത്വം, ആരാധന, ആരാധന. എൻ്റെ മക്കളെ, കൈ നെഞ്ചത്ത് വെക്കുക. നീ എവിടെയാണ് നിൽക്കണമെന്ന് ഓർക്കുക. അമ്മ പ്രത്യക്ഷപ്പെട്ട പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അംഗീകരിച്ച സമയഘടികാരം ചാർത്തി പ്രത്യക്ഷപ്പെടുന്ന ആധ്യാത്മിക ചരിത്രത്തിലെ ഒരു അന്യമായ ഒരു അതുല്യമായ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. നാളത്തെ കാലങ്ങളിലെ 10,000കണക്കിന് തലമുറകൾ ദൈവത്തെ അന്വേഷിച്ച് വരേണ്ട ഒരു സ്ഥലമാണിത്. അതിൻ്റെ പ്രാരംഭഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്ന. ഭാഗ്യവാന്മാരാണ് നമ്മൾ. ദൈവം ഈ ജനതയ്ക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, ലോകത്തിന് വേണ്ടി ചെയ്യാവുന്ന മഹാകാര്യങ്ങൾ, അതിൻ്റെ ആദ്യ പാഠങ്ങൾ അനാവരണം ചെയ്യപ്പെടുന്ന ഒരു വലിയ തലമുറയുടെ ഭാഗമാണ് നമ്മൾ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ആരാധന. യേശുവേ, ഞങ്ങളുടെ ഉടമ്പടിയുടെ ഭാഗമാക്കിയ ദൈവപിതാവിന്റെ സ്നേഹത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിന്നോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവരും നിൻ്റെ രോഗങ്ങൾ ആദ്യം പ്രാർത്ഥിച്ച് മാറ്റുകയാണ്. നീ ഇടത് നെഞ്ചിൽ കൈവെക്കണം. വലത് കരം കൊണ്ട് ഇടത് നെഞ്ചിൽ കൈവെക്കണം. ഇടത് കൈ കൊണ്ട് നീ നിൻ്റെ ശിരസിൽ കൈവെക്കണം. ഉച്ചമുതൽ ഉള്ളംകാല് വരെ നീ കർത്താവിനെ സമർപ്പിക്കണം. അമ്മ നിനക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. നിൻ്റെ രോഗങ്ങൾ, പീഡകൾ, ഞെരുക്കങ്ങൾ, ആന്തരിക അവയവങ്ങൾ, അതിൻ്റെ കെടുതികൾ, സിസ്റ്റുകൾ, മൊത്തത്തിൽ കല്ലുകൾ, പാങ്ക്രിയാസിൻ്റെ കല്ലുകൾ, പഴുപ്പുകൾ, ക്യാൻസർ രോഗങ്ങൾ, പല സ്റ്റേജുകൾ, ഭക്ഷണം കഴിക്കാത്ത അവസ്ഥകൾ, ഇതെല്ലാം സെക്കൻഡുകൾക്കുള്ളിൽ ദൈവം നിനക്ക് വേണ്ടി എടുത്തു മാറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ കൃപയും മഹത്വവും നിന്നെ കാണിക്കുന്ന അതുല്യ വെളിപാടിൻ്റെ വലിയ സ്വർഗീയ ഇടങ്ങളിലേക്ക് കർത്താവ് നിന്നെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് ഈശോ ഞങ്ങളുടെ നാമത്തെ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഞങ്ങളെ സാക്ഷികളാക്കി ഉയർത്തണമേ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ, കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷ ശക്തിയാൽ, ഈ അൾത്താറയിൽ നടന്ന 10,000കണക്കിന് ആരാധന ശക്തിയാൽ, ഉച്ച മുതൽ ഉള്ളംകാല് വരെ ഇവിടെ പ്രാർത്ഥിക്കുന്ന ഓരോ മകൻ്റെയും ആന്തരിക രോഗങ്ങൾ, ബാഹ്യ രോഗങ്ങൾ, ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരുടെ മാരക രോഗങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗഖ്യം നൽകണമേ, നാഥാവരേണമേ, എന്നിൽ നിറയണമേ, നാഥാവരേണമേ, സൗഖ്യം നൽകണമേ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജോലി, വീട്, വിവാഹം, ജീവിതത്തിൻ്റെ തടസ്സങ്ങൾ, യാത്ര, സാമ്പത്തിക മേഖലകൾ, കേസുകൾ, ജയിലുകൾ, യാത്രകൾ, തിരികെ വരുന്ന അവസ്ഥ, സ്ഥലം വിൽക്കാൻ പറ്റാത്തവർ, വിവാഹം തടസ്സമുള്ളവർ, മക്കളില്ലാത്തവർ, വീട് സ്ഥലവുമില്ലാത്തവർ, എല്ലാ മേഖലകളിലും കർത്താവിൻ്റെ വലിയ ശക്തി, മാതാവിൻ്റെ വലിയ മാധ്യസ്ഥ സഹായം നമുക്ക് ലഭിക്കുന്ന വലിയ സമയമാണ്. കർത്താവേ സ്തുതിക്കട്ടെ. സഭയുടെ അധികാരത്തില്, പുരുഷന്റെ അടയാളത്തില്, ദൈവത്തിന്റെ ശക്തിയാൽ ജീവിത ദുരിതങ്ങള്, ജീവിത തടസ്സങ്ങള്, ജീവിത ക്ലേശങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. മാറിപ്പോയിക്കൊണ്ട് അങ്ങയുടെ നാമത്തെ വീണ്ടും വീണ്ടും ഈ ആരാധനയിലൂടെ മഹത്വപ്പെടുത്തണമേ. ഞങ്ങളെ സാക്ഷികളാക്കി ദൈവ സ്നേഹത്താൽ നിറയ്ക്കണമേ. എല്ലാവരും മുട്ടേന്തിക്കുക. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. മാസങ്ങളായി നടക്കാത്ത വിഷയങ്ങൾ ഇപ്പോൾ പരിശുദ്ധയുടെ മാധ്യസ്ഥിക്ക് സമർപ്പിക്കുക. ഡേറ്റുകളെ സമർപ്പിക്കുക. നമ്മൾ വീണ്ടും ഈ ആരാധന കൂടുന്നവരെയുള്ള ഒരാഴ്ച മുഴുവനും പ്രധാനപ്പെട്ട ഡേറ്റുകൾ, പ്രസവത്തെ ഡേറ്റ്, ഓപ്പറേഷൻ്റെ ഡേറ്റ് സമർപ്പിക്കുക. വസ്തു വിൽപ്പനയുടെ ഡേറ്റ്, ജപ്തിയുടെ ഡേറ്റ്, പരീക്ഷ ഡേറ്റ്, ഇൻ്റർവ്യൂ ഡേറ്റ്, വിസ പ്രോസസ്സിംഗ് ഡേറ്റ്, കയറി പോകാൻ ഡേറ്റ്, തിരിച്ചു വരേണ്ട ഡേറ്റ്, സ്ഥലം രജിസ്റ്റർ ചെയ്യേണ്ട ഡേറ്റ്, എല്ലാം, വീട്ടു പ്രതിയുടെ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഓരോ തീയതികൾ, നിന്നെ വേദനിപ്പിക്കുന്ന ഓരോ തീയതികളിൽ, നിന്നെ സങ്കടപ്പെടുന്ന തീയതികൾ കർത്താവിന് സമർപ്പിക്കട്ടെ. സമയത്തിൻ്റെ അധികാരിയായ സഞ്ചാരി മാതാവ് സഞ്ചരിച്ചെത്തിക്കൊണ്ട് നിന്റെ സമയത്തിന് അധികം സ്ഥാപിച്ചുകൊണ്ട് നിന്നെ സംരക്ഷിക്കട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ആരാധന, ആരാധന, ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 ദൈവമേ മഹത്വം. ധ്യാനം ചെയ്യുന്ന എല്ലാവരും ഈ ധ്യാനം വീണ്ടും കേൾക്കണം. ഇത് ഓൺലൈനിൽ ദൈവം തരുന്ന ധ്യാനമല്ലേ, ഇത് വീണ്ടും കേൾക്കണം. കേൾക്കുക മാത്രമല്ല, ഷെയർ ചെയ്യണം. ബഹുമാനപ്പെട്ട ജീന സിസ്റ്റർ കഴിഞ്ഞ പ്രാവശ്യം കമ്മിറ്റിയിൽ ഒരു സംഭവം അവതരിപ്പിച്ചു. 2 കൊല്ലമായിട്ട് ഉടമ്പടി ധ്യാനം കൂടാത്ത ആൾക്കാർ ഉടമ്പടിയാണെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. ഉടമ്പടി ധ്യാനം ഒരു ദിവസം, ഒരു ആഴ്ച ധ്യാനം നിങ്ങൾ കൂടിയില്ലെങ്കിൽ നിങ്ങൾ ഉടമ്പടിയുടെ ഭാഗമല്ല. അതറിയണം. ഉടമ്പടി 2 കൊല്ലമായിട്ട് ധ്യാനം കൂടെ, കാര്യം അവരോട് പറഞ്ഞില്ലെന്നാണ് അവർ പറയണത് ആരും. അപ്പം അതുകൊണ്ട് ഉടമ്പടി ധ്യാനം കൂടുകയും ചെയ്യണം, അത് ഷെയർ ചെയ്യുകയും ചെയ്യണം, സാക്ഷ്യവും ഷെയർ ചെയ്യണം. ദൈവത്തിന് തോന്നണം നിങ്ങൾക്ക് നിക്ഷേപം ഉണ്ടെന്ന്. അങ്ങനെ തോന്നിയ പ്രേക്ഷിത ആത്മാക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് ആത്മനിക്ഷേപം എന്ന് പറയുന്നത്. അത് നമുക്കുണ്ടെങ്കിലേ പിന്നെ നമുക്ക് വേറെ അതാണ് നമ്മുടെ കോൺഫിഡൻസ് ആയിരുന്നു കവനൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫ്രൂട്ട്സ്. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ, ദിവികാരണി സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. അവൻ പറയുന്നത് പോലെ ചെയ്തുകൊണ്ട് ദൈവസ്നേഹത്തെ ലക്ഷ്യമാക്കി ശത്രുക്കളെ പാദപീഠമാക്കുവോളം കർത്താവിൻ്റെ വലതുവശത്തിരുന്നു കൊണ്ട് ഈശോയെ സമയം ചുരുക്കി ഞങ്ങളെ നിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ, ദൈവമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച്
നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ആവേ ആവേ മരിയ, ആവേ